നമുക്കേ നൈസിലേ ഈ മട്ടൻ കൊടുത്തിട്ടേ കുറച്ച് മട്ടൻ പേട്ടൂൺ ഉണ്ടാക്കാൻ പറഞ്ഞാലോ? എന്തൊരു മട്ടൻ? മക്കൾക്ക് വലിയ പീസ് ഞാൻ തരി. എനക്ക് വലിയ പീസ് തരാടി. സിലോപ്പിയുടെ അത്ര ഉള്ള മട്ടൻ പീസ് അല്ലേടി? മതി മതി, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എടി ഇറങ്ങടി, ഇറങ്ങൂരിപ്പോ തോളൊടിഞ്ഞ്. ഇത് തന്നെ നിന്നെ കൊണ്ടുപോകത്ത്. കൊണ്ടുപോ, ലോഡർക്ക്. തോളല്ലൊടിഞ്ഞ്. ഇതിന് നിന്നെ തോളത്ത് തന്നെയാ. നീ വേണം ഇവളെ മര്യാദക്ക് നോക്കി വളർത്തി നല്ല രീതിയിൽ വാർത്തെടുക്ക. എന്നെ വാർത്തെടുക്കണം? നിന്റെ എല്ലാത്തിനും ഞാൻ വാർത്തെടുക്കാം. അപ്പോൾ തന്നെ എന്റെ കട്ടയം പോടാൻ മുടങ്ങും. ചേച്ചി പാണ്ടായിരുന്നു. ഇവിടെ എന്നെ ആരും നോക്കൂന്നറിയാതെ ഞാൻ ഇരിക്കും. നോക്കൂലോ ചേച്ചി മട്ട് അത് ഞാൻ കണ്ട്. തന്നാ 2000 രൂപയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? 10-50 വല്ലം കാണും. പിന്നെ ആണല്ലേ, ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നീ എന്തെങ്കിലും കള്ളക്കണക്കൊക്കെ ഉണ്ടാക്കി അതങ്ങ് ഒപ്പിക്കും. ചന്ദ്രൻ പറയണേ, വരുന്ന വഴിക്ക് ഇവർക്ക് 50 രൂപയുടെ മുട്ടായി തന്നെ മേടിച്ചു കൊടുത്തു. അറിയൂ? 50 രൂപയുടെ മിഠായ? പിന്നെ നന്നായി. എന്താ അടുക്കളയില്? അടുക്കളയിലെ പരിപാടിയൊക്കെ നല്ലോണം പോകുന്നുണ്ടെന്ന് തോന്നുന്നു. മേഡം അങ്ങോട്ട് കേറിയില്ലല്ലയോ? കൊച്ചു സത്യം പറഞ്ഞു. ഞാൻ എപ്പോഴാ അടുക്കള കയറാത്തെ? കല്ലു കാണുമല്ലേ ചേച്ചി ജോലി ചെയ്യാത്തത്? മോളിപ്പോ കൊണ്ടോണ്ട് ഓടും, നോക്കിക്കോ. കേസു, നീ ഇങ്ങ നിക്കറിയാ? മട്ടൻ എങ്ക? അങ്ങോട്ട് നോക്ക്. குழம்பு வைக்க வேண்டாமா? പിന്നെ വെക്കണ്ട, പറഞ്ഞാലും എന്തായി അടുക്കളയില്? எல்லாமே செட்டா இருக்கு. மட்டன் மட்டும் தான் வேணும். ആന്റി, என்ன ഒരു ഡൗട്ട് ചോദിക്കട്ടെ? കേള്. ഈ നല്ലിക്കുഴമ്പുണ്ടല്ലോ, കുളമ്പ്, അത് ഇതിന് മുന്നേ ആന്റി ഉണ്ടാക്കി പരിചയമുണ്ടോ? என்ன ലച്ചു ഒരു മാതിരി ഡൗട്ടാ കേക്കറ? ഡൗട്ട് ഉണ്ടോന്ന് വെച്ചാൽ ചെറിയ രീതിയിലുണ്ട്. കാരണം ആന്റിക്ക് കൂടുതലും ഈ വെജിറ്റേറിയനിലാണല്ലോ കൂടുതൽ പരിപാടിയൊക്കെ ആന്റി നടത്താറ്. പിന്നെ മീൻകറി വരെ ഇവിടെ വന്നിട്ടാണല്ലോ ആന്റി മര്യാദക്ക് ഉണ്ടാക്കാൻ പഠിച്ചേ. ആ ഒരു ഇതിൽ ചോദിച്ചതാ. அது லட்சு, எங்க ஊர்ல இந்த ஃபிஷ் சிக்கனை விட இந்த மட்டன் தான் முக்கியமா இருக்கும். நீ தமிழ் படம் எல்லாம் பாத்திருக்கல? அதுல சாப்பிடுற சீன்ல எல்லாம் என்ன கொடுப்பாங்க? மட்டன் தான். மட்டன் பெரட்டு, மட்டன் குழம்பு, இந்த நெஞ்செலும்பு குழம்பு வர ரொம்ப ஃபேமஸ். விசக்குன்னு பெட்டனாவட்டு. சீக்கிரம் போய் செட் பண்றேன். போட்டு போட்டு போட்டு. കനകം, ഇറച്ചി നീ പറയുന്ന കണക്കിനാ കൊത്തി അരിയുന്നേ. അത് പോതുമ്മ. പിന്നെ ഒരു ശകലം ചെറുതാക്കിയിട്ടുണ്ട്. അതെതുക്ക്? അതങ്ങനെ അങ്ങ് അരിഞ്ഞു. അയ്യോ, ഞാൻ சொன்ன மாதிரியே போதும்லம்மா. പണ്ട് പടവലത്തെ 1-2 തവണ മട്ടൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ പിള്ളേര് വല്ലപ്പോഴും വരുമ്പോ മേടിച്ചാലായി. മട്ടൻ എവിടെ? മട്ടൻ വെളിയിലിരിക്കുന്നു, ഞാൻ അരിഞ്ഞോണ്ടിരിക്കുന്നു. എല്ലാ പൂച്ച എടുത്തോണ്ടു അമ്മൂമ്മ. എടാ, മട്ടൻ അരിയാൻ കനകം എന്നെ ഏൽപ്പിച്ചേക്കുന്നേ. ഏൽപ്പിച്ചാ ഉത്തരവാദിത്തം വേണം. മട്ടൻ അവിടെ ഇരുന്നാ പൂച്ച എടുത്തോണ്ട് പോവില്ലേ? അയ്യോ അയ്യോ, ഞാൻ പോയിട്ട് ആണോ? പിന്നെ വേറൊരു കാര്യമുണ്ട്. നീ വൈകിട്ടൊരു 4 മണി 5 മണിയാകുമ്പോ ഫ്രീ ആവും. ആവുകയാണെങ്കിൽ നൈസിൽ വീട്ടിലോട്ട് ഇറങ്ങ്. അങ്ങനെ നീ വരുവാണെങ്കിൽ നല്ല നല്ല കിണ്ണം കാഴ്ചയൊരു സാധനമുണ്ട്. ഈ മട്ടന്റെ എല്ലുണ്ടല്ലോ, എല്ല് വെച്ചുണ്ടാക്കുന്ന നല്ലിക്കുളമ്പ്, സൂപ്പ് പോലത്തെ സാധനം, സൂപ്പർ ടേസ്റ്റ് ആണ്. താൻ വന്നു കഴിഞ്ഞാ കാണുമെന്നോ? പിന്നെ നിനക്ക് വേറെ ആർക്കും ഉണ്ടായി മുത്ത കഴിച്ചാൽ ഞാൻ കഴിക്കൂ? ഇവിടെ ആരും കഴിക്കൂല. എന്റെ മക്കൾക്ക് വേണ്ടിക്കാൻ മാറ്റി വെച്ചിരിക്കും. വന്നാടി. ഓക്കെ മല്ലേ, ശരി ശരി പറഞ്ഞേ. 2-3 പീസ് മതിയായിരിക്കില്ല? ഞാൻ വിളിക്കാം. നീ എന്താ ഇവിടെ? ഇതെന്റെ വീടല്ലേ? അല്ല, വാടക വീടല്ലേ? മറ്റേ ഈ പോട്ട്, നീ എന്ത് പറയണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടോ. നീ ഒരു കാര്യം ചെയ്യും. നമ്മുടെ ഗുജറാത്തിലെ അരീന ഫ്രാൻസിസ് ഇല്ലേ, അവളെയും നമ്മുടെ ആയുർവേദം ഹരിതയും പിന്നെ ഇപ്പൊ വിളിച്ചതിന്റെ കുണുവാവില്ലേ, ഇവരെ 3 പേരെയും വീട്ടിലോട്ട് അങ്ങോട്ട് വിളിക്കും. എന്നിട്ട് ഇവിടെ നിരത്തി നിർത്ത്.
നമുക്ക് നല്ലിക്കഴമ്പ് വായിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. എന്താ പൊന്നു ചേച്ചി, ഇവൻ എവിടെയാ കിടക്കുന്ന മെർലിനെ വിളിച്ച് പറയുക 5 മണിക്ക് വീട്ടിലോട്ട് വാ, ഇവിടെ നല്ലിക്കുഴമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ചേട്ടാ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു കൂട്ടല്ലേ, ആകെ 2 കിലോയേ ഉള്ളൂ. അത് മാത്രമല്ല, ഏട്ടായിയുടെ കുണുവാവ കഴിച്ചിട്ട് ഏട്ടായി കഴിക്കത്തുള്ളൂ പോലും. എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണില്ലേ? സ്വന്തം കാശൊക്കെ മേടിച്ചു കൊടുത്തോളാം, അല്ലാതെ ചേച്ചിയുടെ കാശ് കൊണ്ടല്ലേ മേടിച്ചു കൊടുക്കേണ്ടത്. ചേച്ചി ഒരു സത്യം പറയല്ല, മെർലിന് മട്ടൻ എങ്ങനെ വെച്ചു കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പിന്നെ മട്ടൻ പച്ചക്ക് വെട്ടിക്കൊടുത്താ തിന്നോ? മട്ടൻ പച്ചക്ക് വെട്ടി തന്നാ നീ തിന്നു? ഇല്ല. അവളും തിന്നൂല. ഏട്ടായുടെ ഒരു കെയറിങ്. കേസു അയ്യോ മെർലിൻ വരാളാ? മെർലിൻ പിന്നെ ഒരു ബൗളില് കുറച്ച് ഇതെടുത്ത് നിന്ന് മാറ്റി വെച്ചേക്കണം. പിന്നെ മുകളിൽ കുറച്ച് ഉള്ളിയും മധുരയും. அதுக்கு என்ன செய்யலாமே? അതാണ് കഥ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.